കാണുന്ന പ്രവിശാലമായ സദസ്സിൽ പോലും എത്രയോ വിശുദ്ധാത്മാക്കൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, വർഷങ്ങളായി മുസ്ലിം സമൂഹത്തിൽ ഷിയാ സൂഫി തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമസ്തക്കാർ അവരുടെ 100-ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിച്ച സന്തോഷത്തിലാണ്. ആ വാർഷിക സമ്മേളനത്തിൽ അവർക്ക് വലിയ ലാഭം കൊയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ലോകത്ത് ഷിയാക്കളും സൂഫികളും അഹ്ലുസുന്ന വൽ ജമാഅയുടെ തൗഹീദിന് വിപരീതമായി പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആശയവും ആദർശവും എന്താണോ അതൊന്നുകൂടി സമൂഹം കേൾക്കെ വിളിച്ചു പറയാൻ അവർക്ക് സാധിച്ചു എന്നതാണ്. ഒരുപക്ഷെ അവരെ അന്ധമായി അനുകരിച്ചു പോകുന്ന അണികൾക്ക് അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. എന്നാൽ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ വികലവാദങ്ങളെ നിരീക്ഷിച്ച് അത് ചർച്ചകൾക്ക് വിധേയമാക്കി പോരുന്ന ആളുകൾക്ക് ആ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ അപകടം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അവരുടെ 100-ാം വാർഷിക സമ്മേളനത്തിൽ സമസ്തയുടെ പ്രധാന ആള് തന്നെ ഈ ഷിയാ സൂഫി ആശയം വെട്ടിത്തുറന്ന് പറയുന്നത് നമ്മളൊന്ന് കേൾക്കുക. ഇൻഷാ അല്ലാഹ് ശേഷം കാര്യങ്ങൾ വിശദമാക്കാം. മഹാത്മാക്കൾ മരിച്ചുപോയവരാണെന്ന് സത്യമാണ്. മരിച്ചുപോയവർ എന്നവരെ കുറിച്ച് പറയുന്നത് കിതാബുകളിൽ അൽ അർവാഹുൽ മുഖദ്ദസ വിശുദ്ധാത്മാക്കൾ എന്നാണ്. വിശുദ്ധാത്മാക്കൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യും. അത് നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിശുദ്ധാത്മാക്കൾ ആത്മീയമായി ഇവിടെ ജീവിക്കുന്നുണ്ട്, ഭൗതിക കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പ്രവിശാലമായ സദസ്സിൽ പോലും എത്രയോ വിശുദ്ധാത്മാക്കൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവിടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു 2 വീട്ടുകളുടെ വിജയികൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധാത്മാക്കൾ യാഥാർത്ഥ്യമാണ്. അവർ മരിച്ചുപോയി എന്ന കാരണത്താൽ അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ മുശ്രിക്കാവും കാഫിറാകുന്ന വാദം നിരർത്ഥകമാണ്. ഇവിടെ മുസ്ലിയാരുടെ സംസാരം തുടക്കം തന്നെ ഒരു സത്യം പറഞ്ഞുകൊണ്ടാണ്. അഥവാ മരിച്ചുപോയവരാണ് മഹാന്മാരൊക്കെ, അവരൊക്കെ മരിച്ചുപോയിട്ടുണ്ട്. അത് ഇസ്ലാം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അവർ മരിച്ചുപോയിട്ടുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ മരണത്തോടു കൂടി സംഭവിക്കുന്ന കാര്യം എന്താണ്? അയാളുടെ അമല് മുറിഞ്ഞു എന്നാണ്. ദുന്യാവുമായിട്ടുള്ള അയാളുടെ കാര്യങ്ങളെല്ലാം മുറിഞ്ഞു എന്നതാണ്. അതാരായിരുന്നാലും അവർക്ക് ഇനി ദുന്യാവുമായി ബന്ധപ്പെടാൻ കഴിയില്ല എന്നതാണ്. മരണാനന്തര ലോകത്ത് അഥവാ ബർസഖി ലോകത്ത് പല നിലക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാകും. അത് ഭൗതിക ലോകവുമായി ബന്ധപ്പെടുത്താനോ ചേർത്ത് വെക്കാനോ പറ്റിയ കാര്യമല്ല. ഇതിലൂടെ ഇദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് മരിച്ചു എന്ന് പറയണ്ട, മറിച്ച് പരിശുദ്ധാത്മാക്കളാണ്, പുണ്യമാക്കപ്പെട്ട ആത്മാക്കളാണ്. അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു, പല നിലക്കും നമ്മളുമായി ബന്ധപ്പെടുന്നു എന്നതാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ നിലക്കുള്ള വാദഗതികൾ അവർ പ്രചരിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദ് നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്തിന് ശേഷം സ്വഹാബത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിച്ചോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അവിടുന്ന് പരിശുദ്ധമാക്കപ്പെട്ട വ്യക്തിത്വമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ലല്ലോ. 4 ഖുലഫായിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടില്ല. ഇവരുടെ വാദപ്രകാരം അഥവാ ഷിയാക്കളും സൂഫികളും ജാറ മക്ബറ വ്യവസായം വലുതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ആശയപ്രകാരം എന്താണ് സംഭവിക്കേണ്ടിയിരുന്നത്? മുർത്തദ്ദുകൾ അക്കാലത്തുണ്ടായി. അതേപോലെ തന്നെ ഒരുപാട് യുദ്ധങ്ങളുണ്ടായി, കപടന്മാരെ കൊണ്ടുള്ള കലഹങ്ങളുണ്ടായി, ഖവാരിജുകൾ കൂടുതലായി ശക്തി പ്രാപിച്ചു. അത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടത് കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി സന്തോഷം കിട്ടിയ ഒന്നാണ് മക്ക വിജയം. മക്ക വിജയ ദിവസം അഥവാ ഇസ്ലാം
പൂർത്തിയാക്കപ്പെട്ട ദിനം 10,000-കണക്കിന് സ്വഹാബികൾ സമ്മേളിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, ഈ സമ്മേളനത്തിന് സാക്ഷികളായി മുൻഗാമികളായ പ്രവാചകന്മാരുടെ ആത്മാക്കൾ ഇവിടെ ഉണ്ട് എന്ന്. ബദർ ശുഹദാക്കൾ, ഉഹുദ് ശുഹദാക്കൾ, അവരുടെ ആത്മാക്കൾ ഇവിടെ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ. സഹോദരങ്ങളെ, മരിച്ചവർക്ക് ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യകാരണ ബന്ധം നമ്മളും അവരും തമ്മിൽ ഇല്ല. ബർസഖി ലോകത്ത് പല കാര്യങ്ങളും നടക്കുന്നു, അത് ആ ലോകമാണ്. അതിനെ ഭൗതിക ലോകവുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല. പ്രമാണങ്ങളുടെ പേരിൽ പോലും പച്ചയായ കളവല്ലേ ഈ വ്യക്തി പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കൊണ്ട് മാത്രം സാധിച്ചു കിട്ടേണ്ട കാര്യങ്ങൾ അതിൽ പങ്കാളികളെ വെച്ചു എന്ന് ഖുർആൻ പഠിപ്പിക്കൂ? അള്ളാഹുവിൻ്റെ കഴിവ് മരിച്ചവർക്ക് അല്ലെങ്കിൽ മഹാന്മാർക്ക് കൊടുത്തു എന്ന വിശ്വാസം അത് തൗഹീദിന് എതിരല്ലേ? എല്ലാറ്റിനും കഴിയുന്നവൻ അള്ളയാണ്. അള്ളാഹുവിൻ്റെ കഴിവിനെ എങ്ങനെയാണ് സഹോദരങ്ങളെ അവൻ്റെ സൃഷ്ടികൾക്ക് അവൻ കൊടുക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതെന്താ? എനിക്ക് ലാ അംലികു ലിനഫ്സി, എനിക്ക് സ്വയം ഉപകാരത്തെയും ഉപദ്രവത്തെയും അധീനപ്പെടുത്താൻ കഴിയില്ല, നിങ്ങൾക്ക് അധീനപ്പെടുത്തി തരാനും എനിക്ക് സാധിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവകാശപ്പെട്ടിട്ടില്ല അള്ളാന്റെ കഴിവ് അല്ലെങ്കിൽ അള്ള എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്, മരണാനന്തരം എനിക്ക് ശക്തി കൂടും, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. അങ്ങനെ ഒരു ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നിട്ടില്ല. പിന്നെ ഈ സങ്കല്പം എന്തിനാണ് ഷിയാക്കളും സൂഫികളും ഉണ്ടാക്കിയത്? അവരുടെ ഔലിയാക്കളുടെ ജാറങ്ങൾ, മക്ബറകൾ ഉണ്ടാക്കി ജനങ്ങൾ അവിടെ വരണം, എന്നിട്ടോ ആ ജാറത്തിൽ നിന്ന്, മക്ബറയിൽ നിന്ന് ബറക്കത്തെടുക്കണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയ ഒരു സ്ഥലം ബറക്കത്തിന്റെ സ്ഥലമായി എങ്ങനെയാണ് കണക്കാക്കപ്പെടുക? അവിടുന്ന് വിലക്കി ഖബറുകൾ കെട്ടിപ്പൊക്കുക, ജാറങ്ങൾ ഉണ്ടാക്കുക, അവിടുന്ന് വിലക്കിയതാണ്. ആ വിലക്കിയ കാര്യം എങ്ങനെയാണ് നമുക്ക് ബറക്കത്ത് കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറുക? അപ്പൊ ഇതുപോലും ചിന്തിക്കാനുള്ള പ്രാപ്തി ഇവർക്കില്ല. ഈ ഷിയാ സൂഫി വിശ്വാസം അതങ്ങനെ പ്രചരിപ്പിക്കുക, അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കണം എന്നാണ്. നമ്മൾ ആരോടാണ് ഗുണത്തിനു വേണ്ടി തേടേണ്ടത്? റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന എന്ന പ്രാർത്ഥന എന്തിനാണ്? അള്ളാഹുവിനോട് ചോദിക്കാൻ പഠിപ്പിച്ചു എന്തിനാണ്? അപ്പൊ സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിന്റെ അടിവേരറുക്കാനാണ് ഷിയാക്കളെയും സൂഫികളെയും ബറേലവികളെയും കൂട്ടുപിടിച്ച് ഈ ആളുകൾ ഇക്കാലമത്രയും പരിശ്രമിച്ചത്. ഇനി അങ്ങോട്ടും ഈ പരിശ്രമം തുടരും എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഇത്തരം വാദഗതികളിലൂടെ പോകൽ അത് ഷിർക്കിലേക്കുള്ള അല്ലെങ്കിൽ ഷിർക്കായിട്ടുള്ള പോക്കാണ്, ഷിർക്കൻ വിശ്വാസവുമായിട്ടുള്ള പോക്കാണ്. ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമല്ല. ആര് എത്ര തൊണ്ടയിടറി ശബ്ദമുയർത്തി പറഞ്ഞാലും ഇത് പ്രമാണ വിരുദ്ധമാണ്, അഹ്ലുസുന്നക്ക് വിരുദ്ധമാണ്, ഇസ്ലാമിന് വിരുദ്ധമാണ്, തനിച്ച ഷിയായിസവും സൂഫിസവുമാണ്. അതിനൊരിക്കലും നാം അടിമപ്പെടരുതേ എന്ന് വളരെ സ്നേഹത്തോടെ സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് അവനോട് മാത്രം തേടി അവനിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം കാംക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.